KB ഗണേഷ് കുമാറും NSS നേതൃത്വവും തമ്മിലുള്ള വാക്പോര് ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം? യഥാർത്ഥത്തിൽ NSS പോലെയുള്ള ഒരു പ്രസ്ഥാനം, NSS SNDP ഒക്കെ രൂപപ്പെടുന്ന കാലത്ത് അതിന് ചില ധർമ്മങ്ങളുണ്ടായി. നവോത്ഥാനത്തിൻ്റെ ചില ധർമ്മങ്ങൾ: വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾക്ക് ഒരുപോലെ സമൂഹത്തിലേക്ക് വളർന്നു വരാനുള്ള അതൊരു നവോത്ഥാന സന്ദേശമാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. SNDP ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച് കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയായി ആണ് SNDP സ്ഥാപിക്കുന്നത്. ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടേക്ക് SNDP എത്തിയെന്ന്. അപ്പോൾ അതേപോലെ തന്നെ NSSൻ്റെ കാര്യവും. NSS ഒരു കാലത്ത് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ നായർ എന്ന വിഭാഗത്തിൽപ്പെട്ട കുറേയധികം ആളുകൾ, വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്പ്യാര്, മറ്റേ അങ്ങനെ മേനോൻ, പിള്ള, പല വിഭാഗങ്ങളുണ്ട്. NSSൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം ഇനിമേൽ നായർ എന്നറിയപ്പെടും എന്നാണ്. അങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അപ്പം ഒരു സാമൂഹ്യ ഒരു ജാതി സംഘടന എന്നതിനപ്പുറത്ത് ഒരു സമുദായ സംഘടന എന്നതിലേക്ക് അത് കൊണ്ടുവരികയാണ്. അതുതന്നെയാണ് SNDPയും ചെയ്തത്. ഒരു സമുദായ സംഘടന. ഇപ്പം ദളിത് സംഘടനകൾക്ക് അതില്ല. അവർക്ക് പുലയർക്ക് ഒരു സംഘടന, പറയർക്ക് ഒരു സംഘടന, അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, സമുദായ സംഘടന ഉണ്ടാക്കി. ജാതി സംഘടനയല്ല NSS. ജാതികൾ എന്ന് പറഞ്ഞാൽ പല ജാതികളുണ്ടായി. ഈഴവരിലും പല ഈഴവരുണ്ട്, തണ്ടാൻ, അങ്ങനെ പറയുന്ന പല വിഭാഗങ്ങളുണ്ട്. എല്ലാവരും ഈഴവരായിരുന്നു. അപ്പം SNDP ശരിക്കും ഈഴവരുടെ മാത്രം സംഘടന അല്ല എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ തന്നെ പറഞ്ഞത് ഈഴവരുടെ സംഘടന. പക്ഷെ അത് പിന്നെ ഈഴവരുടെ സംഘടനയായി, അത് ആരൊക്കെയോ ആക്കി. ഏതായാലും NSS ഉണ്ടായിരുന്ന കാലത്ത് അതിനുണ്ടായിരുന്ന ധർമ്മം, ആ ധർമ്മങ്ങളൊന്നും ഇന്ന് പ്രസക്തമല്ല. അതിൻ്റെ ജോലി, അതിൻ്റെ കടമകളൊന്നും പ്രസക്തമല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാന്ന് പറയും, സ്ഥാപനവൽക്കരിക്കും. ഒരാശയത്തെ സ്ഥാപനവൽക്കരിച്ച് കഴിയുമ്പോൾ അത് ഗാന്ധിസമായാലും സോഷ്യലിസമായാലും കമ്മ്യൂണിസമായാലും അത് സ്ഥാപനവൽക്കരിച്ച് കഴിയുമ്പോൾ ആ സ്ഥാപനമാണ് പ്രധാനം. ആ സ്ഥാപനത്തിന് ആസ്തികളുണ്ടാവും. NSSന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി കോടാനുകോടി രൂപയുടെ ആസ്തിയുണ്ട്. കോളേജുകളുണ്ട്, മറ്റ് സ്ഥലങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഇപ്പോൾ കഫേ ഉണ്ട്. അപ്പം അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്. ഈ ആസ്തി ആർ നിയന്ത്രിക്കുന്നു എന്നത് ഇതിലൊരു പ്രധാനമാണ്. ഭരണത്തിലൊരു പ്രധാനം. ഇപ്പോൾ പള്ളികൾ തമ്മിൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിലും പള്ളിയുടെ ഉടമസ്ഥതയാണ് പ്രശ്നം, അതിൻ്റെ ആസ്തികളാണ് പ്രശ്നം. ഇതൊന്നും ആശയപരമല്ല, ഒരേ ആളെ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിൽ ഇവർ ഇടപെടാൻ തുടങ്ങി. പ്രത്യേകിച്ചും 59-ലെ വിമോചന സമരത്തിലാണ് NSS ആദ്യമായി നേരിട്ട് ഇടപെടുന്നത്. അന്ന് മന്നം, പട്ടം, അങ്ങനെ R ശങ്കർ, ഇവരെല്ലാവരും ചേർന്ന് കോൺഗ്രസും PSPയും NSSും ക്രിസ്തീയ സഭയും എല്ലാം ചേർന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ NSS രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ തുടങ്ങും. അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പിന്നെ NSS തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി, NDP എന്ന് പറയുന്ന ഒരു പാർട്ടി. അതൊക്കെ പൊളിഞ്ഞ് പാളീസാക്കി കളഞ്ഞു. അത് കരുണാകരൻ തകർത്ത് അടിച്ചു കളഞ്ഞു. കരുണാകരൻ്റെ കൂടെ കൂടിയത് കരുണാകരൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയെ സിംഗപ്പൂർ ഗവർണറാക്കി വിട്ടതോടുകൂടി NDP എന്നുള്ള സംഭവം തീർന്നു. NSSന് തന്നെ ഗതിയില്ലാണ്. പിന്നെ നാരായണ പണിക്കർ വന്നപ്പോൾ സമദൂരം എന്നൊരു സിദ്ധാന്തം കൊണ്ടുവന്നു രാഷ്ട്രീയത്തിൽ. ഞങ്ങൾ LDFനും ഇല്ല UDFനും ഇല്ല എന്നൊരു സമദൂരം സിദ്ധാന്തം. രണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കുക. കാരണം ഇവരുടെയൊക്കെ പ്രശ്നം വെച്ചാൽ ഈ സ്ഥാപനങ്ങളുടെ സംരക്ഷണം. അപ്പോൾ ഉദാഹരണത്തിന് സ്കൂള്, കോളേജിൽ പുതിയ കോഴ്സ് കിട്ടണം, സ്കൂളിൽ പുതിയ ഡിവിഷൻ കിട്ടണം, അതിന് അപ്പോയിൻമെന്റ് കൊടുക്കണം. അപ്പോയിൻമെന്റ് നല്ല പൈസ മേടിച്ചിട്ടായിരുന്നു. ആ അപ്പോയിൻമെന്റിന്റെ റെഗുലറൈസേഷൻ വേണം. അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഇവർക്കുണ്ട്. ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ ഒരു കേസ് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായത്. അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇവർക്ക് സർക്കാരുകളെ കൊണ്ടുണ്ട്. അതുകൊണ്ട് സർക്കാരുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും കയ്യിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തി വോട്ട് ബാങ്ക് കാണിച്ച് അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന തന്ത്രമാണ് കഴിഞ്ഞൊരു 10-70 കൊല്ലമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ തന്ത്രം. പക്ഷെ ആ തന്ത്രത്തിൽ ഇടിവ് വന്നത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, NSSൽ തന്നെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹം പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളുകളല്ല. NSSന്റെ നേതാവ് പറഞ്ഞുകൊണ്ട് NSSൽ ആളുകൾ വോട്ട് ചെയ്യും. അതൊരു പ്രധാന കാര്യമാണ്. ആളുകൾ, അവർക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ SNDP കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ അതിശക്തമായി എതിർത്തപ്പോൾ പോലും ഈഴവരിൽ മഹാഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. SNDP നോക്കിയല്ല അവർ വോട്ട് ചെയ്തത്. അതുപോലെ SNDP NSSും അതുകൊണ്ട് തന്നെ ഇവരുടെ രാഷ്ട്രീയ ക്ലൗട്ടിന് വലിയൊരു കുറവ് വന്നു. രണ്ടാമത് NSSൽ വന്നതെന്ന് വെച്ചാൽ അതിലെ നേതൃത്വത്തിൽ വന്ന അഴുകലാണ്. നേതൃത്വത്തിൽ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്വന്തം കാര്യം,
ആമാശയപരമായി ആശയപരമല്ലാതായി. അതുകൊണ്ട് നായന്മാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്നോ നായർ സമുദായത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവണമെന്നോ ഒന്നും അവർക്ക് വന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം അവരുടെ ഇപ്പോൾ സുകുമാരൻ നായരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ മരുമകന്റെ എന്തോ നിയമനവുമായി ബന്ധപ്പെട്ടോ മകളുടെ എന്തോ കേസുമായി ബന്ധപ്പെട്ടോ എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഉണ്ടെന്നും അതുകൊണ്ട് പിണറായി വിജയനെ സ്തുതിച്ച് നിന്നാലല്ലാതെ അന്ന് രക്ഷപ്പെടില്ല എന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സതീശനെതിരായും UDF-നെതിരായും ഭയങ്കരമായിട്ട് പറഞ്ഞു. മുമ്പ് എന്നെ ഈ രമേശ് ചെന്നിത്തല അവരുടെ ആളാണ്, വളരെ അടുത്ത ആളാണ്. ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ വിവാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതോടുകൂടി NSSനെ ഒന്നും നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നു. കാരണം കേരളത്തിലെ ജനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ജനങ്ങളുടെ നല്ലൊരു ഭൂരിപക്ഷം സതീശനെ അനുകൂലിക്കുന്നു എന്നതോടുകൂടി അത് വന്നു. നാലാമത്തെ ഘടകം ഇതൊന്നുമല്ല, NSSൽ നല്ലൊരു ഭാഗം ഇപ്പൊ തന്നെ BJP-യിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ അവരിനിപ്പോൾ LDF-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും UDF-ന് വോട്ട് ചെയ്യാൻ പറഞ്ഞാലും അവർ ചെയ്തോളണമെന്നില്ല. BJP-യിലേക്ക് അവർ പോയി. ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടു സുരേഷ് ഗോപിക്ക് കയറിയപ്പോൾ കാണാൻ പറ്റിയില്ല, മോഹൻലാൽ ചെന്നപ്പോൾ മോശമാക്കി പെരുമാറി, ഇവരൊക്കെ നായന്മാരാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ചെന്നപ്പോൾ മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവാദങ്ങളുണ്ട്. ഗണേഷ് കുമാർ വന്നാൽ ഗണേഷ് കുമാർ ഇതെല്ലാം ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രീയം പടുത്തുയർത്തിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള NSSന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായി. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് ഉണ്ടാക്കുമ്പോഴും NSSും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധമൊക്കെ നിലനിർത്തുന്നു. കൊട്ടാരക്കരയിൽ NSSന്റെ ഒരു പ്രധാന ആളായിട്ട് ബാലകൃഷ്ണപിള്ള നിന്നു. ബാലകൃഷ്ണപിള്ള മരിച്ചപ്പോൾ അതിന്റെ ക്രെഡൻഷ്യൽ ഒക്കെ ഗണേഷ് കുമാർ കൊണ്ടുവന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നായർ സമുദായത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഗണേഷ് കുമാറിനെതിരായിരുന്നു. അത് നമ്മൾ റിസൾട്ട് വന്നപ്പോൾ കണ്ടല്ലോ. അപ്പൊ എന്ത് പറ്റി, NSS അവിടുത്തെ താലൂക്ക് യൂണിയനും ആയിട്ടും ഇയാൾ തർക്കമുണ്ടായി. അങ്ങനെ ഇയാളെ പുറത്താക്കുന്നു, പ്രസിഡന്റിനെ പുറത്താക്കി. അത് ഇലക്ഷന് മുമ്പാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വിവാദവും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഇയാളെ പുറത്താക്കി. അപ്പോൾ NSS ഇല്ലാതെ അതോടുകൂടി തന്നെ ഇയാൾക്ക് ഇപ്പോഴത്തെ സുകുമാരൻ നായരുമായിട്ടുള്ള സംഘർഷമുണ്ട്. നാരായണ പണിക്കരാണെങ്കിൽ മുമ്പ് ഇങ്ങനെയല്ല, എല്ലാവരെയും കൂട്ടി നിർത്തി കുറച്ചുകൂടിയൊക്കെ ടാക്ടിക്കലായി. ഇദ്ദേഹത്തിന് ആ ടാക്ടിക്സും ഇല്ല. മാത്രമല്ല സ്വന്തം സ്വാർത്ഥ താല്പര്യം വളരെ കൂടുതലുണ്ടെന്ന് വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അദ്ദേഹത്തിന് ഈ NSSലെ നിയന്ത്രണവും ഇല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആസ്തി ഉണ്ട് ഇപ്പോൾ. അതാണ് പ്രശ്നം. ആസ്തി ഇപ്പോഴും സുകുമാരൻ നായരുടെ കൺട്രോളിലാണ്. അപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പരാജയം വലിയ തോതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ സതീശനെ വിമർശിച്ചപ്പോൾ സുകുമാരൻ നായരെ വിമർശിച്ചുകൊണ്ട് ഗണേഷ് കുമാർ വന്നു. സതീശനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല, മുഖ്യമന്ത്രിയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. പറയുമ്പോൾ അദ്ദേഹം നേരെ എതിർകക്ഷിയിൽ നിന്നുള്ള തോറ്റിട്ടുള്ള ആളാണ്. നേരെ UDF-നെതിരായി മത്സരിച്ച് തോറ്റ ആളാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല, സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരിയുള്ള ചില ഡയലോഗുകളൊക്കെ വന്നു. അത് ആരും മൈൻഡ് ചെയ്തില്ല, അതങ്ങനെ പോയി. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതാണ്ട് തന്തയ്ക്ക് വിളിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് അതിൻ്റെ പീക്കാണ്. കാരണം NSSന്റെ രാഷ്ട്രീയവും ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഏതാണ്ട് 0 ആണ്. സിനിമയിൽ രക്ഷപ്പെട്ടാലേ ഉള്ളൂ, രാഷ്ട്രീയത്തിൽ ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. അല്ലെങ്കിൽ പത്തനാപുരത്തെ പോലെ ഒരു ജനങ്ങൾ അയാൾക്ക് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത ജനത നേരെ ചാമക്കാലയ്ക്ക് ജയിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ക്ലിയറാണ്, ജനവികാരം വളരെ ക്ലിയറാണ്. ഗണേഷിന് എതിരായി വളരെ ശക്തമായൊരു വികാരമുണ്ട്. അത് NSS പറഞ്ഞിട്ടല്ല, യഥാർത്ഥത്തിൽ NSS പറഞ്ഞാലൊന്നും വോട്ടൊന്നും ചെയ്യില്ലാണ്. NSS ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗണേഷ് കുമാർ ജയിക്കില്ല. ഗണേഷ് കുമാർ പറയുന്ന ഒരു കാര്യം, NSS നേതൃത്വം ഇടപെട്ടത് കൊണ്ടാണ് പത്തനാപുരത്ത് തോറ്റുപോയത്. അല്ല, അതാ ഞാൻ പറഞ്ഞേ, NSS നേതൃത്വം എതിർത്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, NSS നേതൃത്വത്തിന് അത്രയധികം വോട്ട് മറിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. NSS നേതൃത്വം ഗണേഷ് കുമാറിനെ അനുകൂലിച്ചിരുന്നെങ്കിൽ പോലും ഗണേഷ് കുമാർ തോൽക്കുമായിരുന്നു. എന്റെ വാദം അതാണ്. മനസ്സിലെ NSS പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തോറ്റില്ലേ? പലരും തോറ്റു. മാത്രമല്ല, കാരണം NSSൽ നല്ലൊരു ഭാഗം ഓൾറെഡി BJP-യിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ UDF ദുർബലപ്പെട്ടതിന്റെ ആദ്യത്തെ കാരണം NSSൽ നിന്ന് നല്ലൊരു ഭാഗം BJP-യിലേക്ക് പോയതാണ്. കേരളത്തിൽ UDF-ന്റെ വോട്ട് കുറയുകയും അതുവഴി LDF ജയിക്കും. LDF-ന്റെ വോട്ട് കൂടിയോണ്ടല്ല, UDF-ന്റെ വോട്ട് BJP-യിലേക്ക് പോകും. നമുക്കറിയാം, കുറെ കാലമായി ഈ BJP വോട്ട് കൂടുതൽ പിടിച്ചാൽ കഴിഞ്ഞ കുറെ ഇലക്ഷനുകളിൽ UDF തോൽക്കും. അങ്ങനെയാണ് പൊതുചിത്രം. പക്ഷെ ഇപ്പൊ ചിത്രം മാറി. കാരണം UDF-ന്ന് പോകാനുള്ള വോട്ടൊക്കെ പോയി. ഇപ്പൊ ഇനി വോട്ട് പോകുന്ന LDF-ന്ന്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിലൊക്കെ LDF-ൽ നിന്ന് വലിയ തോതിൽ അവരുടെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായത് കൊണ്ടാണ്
LDF തോറ്റു പോകുന്നത്. അല്ല UDF കൂടുതൽ കിട്ടിയിട്ടല്ല, അതെ. UDF പുതിയ വോട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ LDF നിന്നും വലിയ തോതിൽ ചോർന്നു പോയി, പ്രത്യേകിച്ചും ഈഴവ വിഭാഗത്തിലെ വോട്ട്. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഇത്രയും വലിയ തിരിച്ചടി അവർക്കുണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കഴക്കൂട്ടത്തൊക്കെ തോറ്റുപോയത് അതുകൊണ്ട് തന്നെയാണ്. കഴക്കൂട്ടവും ചാത്തന്നൂരും അല്ലെങ്കിൽ നേമത്തൊക്കെ BJP ജയിക്കുന്നത് ഈ വോട്ട് ഷിഫ്റ്റ് കൊണ്ടാണ്. ആ വോട്ട് UDFിലേക്കല്ല വന്നത്, LDFന്റെ വോട്ട് പോയത് BJPയിലേക്കാണ്. അതിൽ വലിയൊരു പങ്ക് നായർ വോട്ടാണ്. ആ നായർ വോട്ടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. വട്ടിയൂർക്കാവ് മുരളീധരൻ ജയിക്കുന്നത് ആ നായർ വോട്ട് മുരളീധരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായേ? ആ നായർ വോട്ട് മുരളീധരനെ സപ്പോർട്ട് ചെയ്തു, അത് BJPക്ക് പോയില്ല. അതുകൊണ്ട് ജയിച്ചു. അല്ലെങ്കിൽ അത് ശ്രീലേഖയ്ക്ക് പോയി ശ്രീലേഖ ജയിച്ചേനെ. പക്ഷെ ശ്രീലേഖയ്ക്ക് അത് പിടിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് നായന്മാർ മുരളീധരൻ വോട്ട് ചെയ്തു. അത്രേ ഉള്ളൂ സംഗതി. ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ ഈ പറഞ്ഞതുപോലെ ഇത് NSSും SNDP മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കണം. ഞാൻ വിചാരിക്കുന്നത് ഒരു പരിധിവരെ ഇത് മനസ്സിലാക്കിയ ആളാണ് സതീശൻ. അതുകൊണ്ടാണ് പരസ്യമായി NSSന് കീഴടങ്ങില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്. അത് NSSനെ ബഹുമാനിക്കേണ്ട ഒരു സമുദായ സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മളവരെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യവുമില്ല.